മറ്റും ഫൊറോന ദേവാലയത്തിൽ രക്ഷാനുഭവ ധ്യാനം 3-ാം ദിവസം. എന്നാൽ അങ്ങയോട് ഞാൻ എൻ്റെ പാപം ഏറ്റു പറഞ്ഞു, എൻ്റെ കുറ്റം ഞാൻ മറച്ചു വെച്ചില്ല. അപ്പോൾ എൻ്റെ പാപഭാരം അങ്ങ് എടുത്തു മാറ്റി. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കർത്താവിനോട് പാപം എടുത്തു പറയുന്ന ഒരു മണിക്കൂറാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ വിലയില്ല, എഴുതി വയ്ക്കണം, രേഖപ്പെടുത്തണം. അതുകൊണ്ട് ഈ ആരാധനയിലും നമ്മൾ നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ എഴുതി രേഖപ്പെടുത്തി സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നലെ തനിയെ ചെയ്ത് കാണും. അത് ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അന്യദേവന്മാരോട് ഒരു ആരാധന, ഒരു പ്രത്യേക മണക്കം ഉണ്ടായിട്ടുണ്ട്. സ്വീകരിച്ചാൽ അത് തിന്മ തന്നെയാണ്, സ്വീകരിച്ചാലും തിന്മയാണ്, ഉപയോഗിച്ചാലും തിന്മയാണ്. അടുത്ത പാപത്തിന്റെ മേഖല പിശാചിനെ ആശ്രയിച്ച പാപമാണ്. പിശാചിനെ ആശ്രയിക്കുക, പിശാചിനോട് പ്രാർത്ഥിക്കുക, ചാത്തൻ സേവ നടത്തുക, ചാത്തൻ സേവയ്ക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക, മന്ത്രവാദം, കൂടോത്രം മുതലായ ആഭിചാര കർമ്മങ്ങൾ ചെയ്യിക്കുക, കീർത്തിക്കുന്ന പാട്ടുകൾ കേൾക്കുക, സാത്താന്റെ ചിഹ്നങ്ങൾ ഉള്ള ഡിസൈൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സാത്താൻ ചിഹ്നം ഉപയോഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന സൃഷ്ടിക്ക് കൊടുക്കുന്നതാണ്. താഴെ പറയുന്നത് കാണുക. ഇനി പറയുന്ന മേഖല സൃഷ്ടാവായ ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളെ, പ്രത്യേകിച്ച് ആകാശ ശക്തികളെ ആശ്രയിക്കുന്ന പാപമാണ്. അത് ദൈവനിഷേധമാണ്, ദൈവത്തെ ഉപേക്ഷിക്കലാണ്. വാരഫലം നോക്കുക, അതിൽ വിശ്വസിക്കുക, നക്ഷത്ര ഫലത്തിൽ വിശ്വസിക്കുക, ജാതകത്തിൽ വിശ്വസിക്കുക, അതിന് പരിഹാരം തേടുക, ശകുനം നോക്കുക, രാഹുവിൽ വിശ്വസിക്കുക, നല്ല സമയം നോക്കി വീടിന് കല്ലിടുകയോ ഹൗസ് വാമിംഗ് നടത്തുകയോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ നല്ല സമയം നോക്കി ചെയ്യുക. വാസ്തുവിദ്യയെ വിശ്വസിക്കുക, വാസ്തുവിദ്യ പ്രകാരം വീട് പണിയുക. ക്ഷുദ്രവസ്തുക്കളെ പറ്റിയാണ് ഈ പറയുന്നത്. ദോഷം മാറാൻ ലക്ഷ്യത്തോടെ ക്ഷുദ്രവസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുക, പറമ്പിൽ കുഴിച്ചിടുക. ബിസിനസ് കയറ്റമുണ്ടാകാൻ, വിജയമുണ്ടാകാൻ ഇത്തരം അശുദ്ധ മ്ലേച്ഛ വസ്തുക്കളിൽ ശരണം വയ്ക്കുക. അന്ധവിശ്വാസങ്ങൾ, ചില നമ്പറുകൾക്ക് പ്രത്യേക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുക, കണി കാണലിൽ വിശ്വസിക്കുക, വലതുകാൽ വച്ച് കയറിയില്ലെങ്കിൽ നാശമുണ്ടാകുവാൻ ധരിക്കുക. അടുത്തത് ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തതിൻ്റെ അടയാളമാണ് ഭാവി അറിയാനുള്ള പരിശ്രമങ്ങൾ. താഴെ പറയുന്നതാണ്: കൈനോട്ടക്കാരനെ സമീപിക്കുക, ജ്യോത്സ്യന്റെ ഉപദേശം തേടുക,
മഷിനോട്ടം, മുഖലക്ഷണം, പക്ഷിയെ കൊണ്ട് പറയിക്കൽ എന്നിവ ഏതെങ്കിലും തേടുക, പ്രാസനികനെ സമീപിക്കുക, വെളിച്ചപ്പാടിന്റെ ഉപദേശം തേടുക, ഇനി പറയാൻ പോകുന്ന മേഖല വിഗ്രഹാരാധന. ആരും ഒറ്റപ്പം വരുന്നത് ക്രൈസ്തലോ ക്രൈസ്തലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പശ്ചാത്തലം സെയിന്റ് അഗസ്റ്റിന്റെ മാതൃക വളരെ പ്രധാന. അദ്ദേഹം വ്യഭിചാരത്തിന് അടിമയായി. പക്ഷെ അദ്ദേഹം കൊലപാതകത്തെ പറ്റി കേൾക്കുമ്പോൾ പൊട്ടിക്കാരി എന്നിട്ട് പറഞ്ഞിരുന്നത്, വ്യഭിചാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ കൊലപാതകവും ചെയ്യാൻ പോയേനെ, ദൈവം എന്നെ പ്രത്യേകം താങ്ങിയില്ലായിരുന്നു, ഞാൻ കൊലപാതകവും ചെയ്തു പോയേനെ എന്ന് അദ്ദേഹം പറയാം. അപ്പൊ നമ്മള് പാപത്തെ കേൾക്കുമ്പോഴും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു രൂപം മാത്രം. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 2013 പറയുന്ന ശ്രദ്ധിക്കുക, ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതാണ് വിഗ്രഹാരാധന. അതായത് ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രഥമ സ്ഥാനം, കേന്ദ്രസ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ നമുക്ക് തന്നെയോ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മകനോ മകൾക്കോ സ്വത്തിനോ വീടിനോ കാറിനോ സ്വർണത്തിനോ തുണിക്കോ കൊടുത്തിട്ട് വിഗ്രഹാരാധന. അതുകൊണ്ട് അതേപ്പറ്റി വിശദീകരിച്ച് പറയുകയാണ്. ഒന്നാമത്തെ ടൈപ്പ് വിഗ്രഹാരാധന ആൾ ദൈവങ്ങളോടുള്ള വണക്കമാണ്. നമ്മുടെ ആളുടെ ചില വ്യക്തികളോട്, അവരാൾ ദൈവങ്ങളാണ്, അവരോടുള്ള വണക്കം. രണ്ടാമത്തെ വിഗ്രഹാരാധന ചില വ്യക്തികളോടുള്ള അമിത സ്നേഹമാണ്. സ്വന്തം ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും സ്വന്തം കുഞ്ഞിനോടാണെങ്കിലും ഈശോ പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഏതെങ്കിലും വ്യക്തിയെ കടപ്പെട്ടവനാണെങ്കിൽ പോലും അമിതമായി മറ്റൊരു വിഗ്രഹാരാധന തന്നെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? തെറ്റും ശരിയും സ്വയം തീരുമാനിക്കുമ്പോഴെല്ലാം ഒരാൾ തന്നെ തന്നെ വിഗ്രഹമാക്കുക. തെറ്റും ശരിയും നിശ്ചയിക്കാൻ ദൈവത്തിന് അധികാരം. അതാണ് പർദീസായിൽ കർത്താവിന്റെ കൽപ്പന. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമിരുന്നു, പക്ഷേ നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിരിഞ്ഞത്. അങ്ങനെ വൃക്ഷം ഉണ്ടായിരുന്നില്ല എന്നാണ് വേദപുസ്തകം പണ്ഡിതർ പറയുന്നത്. പകരം അതൊരു പ്രതീകാത്മകമായ വ്യക്തീകരണമാണ്. നന്മയും തിന്മയും നീ നിർണയിക്കരുത് എന്ന ശാസനയാണ് ആ കൽപ്പനയുടെ പുറകിലുള്ളത്. എനിക്കറിയാം, എനിക്ക് അറിവുണ്ട്, വിവരമുണ്ട്, ഞാൻ നിശ്ചയിച്ചോളാം, ഞാൻ തീരുമാനിച്ചോളാം, എനിക്ക് വേണ്ട എനിക്കറിയാം എന്നൊക്കെ പറയുന്നത് വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് ഈ ടൈപ്പ് വിഗ്രഹാരാധന ശ്രദ്ധിച്ചു കൊള്ളുക. തെറ്റും ശരിയും സ്വയം നിശ്ചയിച്ചും ഞാൻ എന്നെ തന്നെ വിഗ്രഹമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, എന്റെ പ്രവൃത്തികളുടെ എല്ലാം ലക്ഷ്യം എന്റെ പ്രശസ്തിയും പേരും ദൈവമഹത്വമല്ലായിരുന്നു. ഞാൻ അറിയപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം, പ്രശംസിക്കപ്പെടണം, ഉയർത്തി പറയപ്പെടണം, ഈ ലക്ഷ്യങ്ങളോടെ ഞാൻ നന്മ ചെയ്യുവായി എങ്കിൽ ഞാൻ വിഗ്രഹാരാധനയിലാണ്. മറ്റൊന്ന്, എന്നെ തന്നെ പ്രദർശിപ്പിക്കാൻ പറ്റിയ തരത്തിൽ വസ്ത്രാലങ്കാരങ്ങൾ, ഫാഷൻ വസ്ത്രങ്ങൾ, ആവശ്യത്തിലധികമായ ആഭരണങ്ങളുടെ ഉപയോഗം, ഇതെല്ലാം ചെയ്യുന്നവർ തങ്ങളെ തന്നെ വിഗ്രഹമാക്കുകയാണ്. അടുത്ത പാപത്തിന്റെ മേഖല വിശ്വാസത്തിന്റെ എതിരായ പാപമാണ്. താഴെ പറഞ്ഞിട്ടോ, ഒന്ന് നിരീശ്വരവാദം അല്ലെങ്കിൽ ദൈവനിഷേധം. ദൈവമില്ല എന്ന ചിന്ത, ദൈവമില്ല എന്ന് പറയുക. അടുത്തത് ദൈവത്തോട് സ്നേഹത്തിന് പകരം വെറുപ്പാണ്. മറ്റൊന്ന് വിശ്വാസത്യാഗം, അതായത്
അടുപ്പിച്ച് കുറെ നാളുകൾ പള്ളിയിൽ പോകാതെ ഉദാശകൾ സ്വീകരിക്കാതെ ജീവിക്കുക. വിശ്വാസ ത്യാഗം കോവിഡ് കാലത്ത് ഒത്തിരി പേര് ചെയ്തതാണ്. കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജീവിയിൽ കുമാര കാണുന്നവരൊക്കെ ഈ പാവമാണ് ചെയ്യുന്നത്. വിശ്വാസ ത്യാഗം. മറ്റൊന്ന്, മറ്റ് മതാചാരങ്ങളോട് വലിയ താല്പര്യവും ക്രൈസ്തവ അടിസ്ഥാനമുള്ള പുച്ഛവും. അടുത്ത ഭാഗം, എല്ലാം ഒന്നാണ്, എല്ലാ മതവും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന കടുത്ത ചിന്ത, കഠിനമായ ഭാവമാണ്. ഈശോ ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്, ദൈവമാണ്, സത്യത്തിന് ഘടകവിരുദ്ധമായ ചിന്തയാണ് എല്ലാം ഒന്നാണ് എന്ന ചിന്താഗതി. അടുത്തത്, കത്തോലിക്ക വിശ്വാസം അകന്നു പോയ ഗ്രൂപ്പുകളുണ്ട്, സെക്റ്റുകൾ എന്നാണ് പറയുന്നത്. SCCT. ഉദാഹരണം, നമ്മുടെ നാട്ടിലുള്ള ഉദാഹരണം എംപറർ എമ്മാനുവൽ ട്രസ്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഇൻ ജീസസ്. ഇതിലൊക്കെ സെക്ട് എന്നാണ് സംഭവിക്കുന്നത്. കത്തോലിക്ക വിശ്വാസം അകന്നു പോയില്ല, അവരുമായിട്ട് കൂട്ടായി പോകുക, അവരുടെ പ്രാർത്ഥനയ്ക്ക് പോവുക, അവരുടെ ധ്യാനം കൂടാൻ പോവുക, അവരുമായി ആത്മീയ ബന്ധം ഉണ്ടാക്കി വയ്ക്കുക. വലിയൊരു പാപമാണ്, വിശ്വാസവിരുദ്ധമായ പാപമാണ്. അടുത്തത്, ദൈവത്തിൽ കണ്ടെത്തേണ്ട സുരക്ഷിതത്വം സമ്പത്തിലും നമ്മുടെ സാമർത്ഥ്യത്തിലും കഴിവിലും മിടുക്കുമല്ല കണ്ടെത്തും. എനിക്ക് ആരെയും ദിവസം ആവശ്യമില്ല, എനിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, സമൂഹത്തിൽ നല്ല സ്ഥാനമാണ്, ആ രീതിയിൽ ചിന്താഗതിയാണ്. ദൈവത്തിലല്ല ഇയാളുടെ സുരക്ഷിതത്വം, മറ്റു കാര്യങ്ങളില്ല. മറ്റൊന്ന്, പ്രാർത്ഥനയോട് സ്നേഹമില്ല, പിന്നെ പ്രാർത്ഥന മുടക്കണ്ട എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് സ്നേഹമില്ല എന്ന് വെച്ചാൽ ദൈവത്തോട് സ്നേഹമില്ലെന്നാണ്. പ്രാർത്ഥനയോട് സ്നേഹമില്ല, പിന്നെ ഇത് ക്രിസ്ത്യ കുടുംബമല്ലേ, മുടക്കണ്ട നടക്കട്ടെ, അങ്ങനെ ഒരു ചടങ്ങായി മാത്രം പ്രാർത്ഥന. ഇനി പറയാൻ പോകുന്ന പാപം അതീവ ഗുരുതരമായ പാപമാണ്. സാക്രിലേജ് അല്ലെങ്കിൽ ദൈവദോഷം എന്നാണ് പറയുന്നത്. അത് പരിശുദ്ധ കൂദാശകളുടെ അയോഗ്യമായ സ്വീകരണത്തിന് ചെയ്യണം. പരിശുദ്ധ കൂദാശ നേടേണ്ടത് ഈ കൂദാശകൾ ഏതെങ്കിലും വേണ്ടത്ര ഒരുക്കമില്ലാതെയും അയോഗ്യമായും സ്വീകരിക്കുമ്പോഴെല്ലാം ഈ പാപം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഉദാശകൾ സ്വീകരിക്കുക, ഉപസാരിക്കും, കുമാരെ പങ്കെടുക്കും. പക്ഷെ ഒരു വശത്ത് പാപ ജീവിതത്തിൽ ഒരുപാട് മനസ്സില്ല. ഉദാഹരണം, കടുത്ത വൈരാഗ്യത്തിലോടുണ്ട്, കടുത്ത വൈരാഗ്യമാണ്, ദൈവപ്പെടാൻ മനസ്സില്ല, എന്നിട്ട് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുമാര സ്വീകരിക്കും, ഉപസാരിക്കും. ഇവര് ദൈവദോഷം കൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് ലഹരിക്കടിപ്പെട്ട ജീവിതം, ലൈംഗിക അശുദ്ധിക്കടിപ്പെട്ട ജീവിതം, അവിഹിത ബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ ഇവയൊന്നും അവസാനിപ്പിക്കാൻ മനസ്സിലാതെ തന്നെ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥനയുടെ പേരാണ് ദൈവദോഷക്കുറ്റം. മറ്റൊരു ദൈവദോഷം, പാപ കാരണങ്ങൾ ഉപേക്ഷിക്കാതെ ഉപസാരിക്കും. പാപകാരണം ഉപേക്ഷിക്കാത്ത വ്യക്തി പാപം ഉപേക്ഷിക്കാത്ത വ്യക്തിയാണ്. പാപം ഉപേക്ഷിക്കാത്ത വ്യക്തി ഉപസാരിക്കുന്നത് ദൈവത്തെ നിന്ദിക്കലാണ്. അതുകൊണ്ട് പാപകാരണങ്ങൾ ഉപേക്ഷിക്കാതെ ഉപസാരിക്കുന്നത് ദൈവദോഷത്തിലാണ്. വിവാഹമോചനത്തിന് ശ്രമിക്കുന്നത് ദൈവദോഷത്തിലാണ്. വിവാഹം ഒരു ഉദാശയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതാതിരിക്കട്ടെ. വിവാഹമോചനത്തിന് ഡൈവോഴ്സിന് മക്കളുടെയോ സ്വന്തക്കാരുടെ അല്ലെങ്കിൽ ഡൈവോഴ്സിന് കൂട്ടുനിർത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഏൽപ്പിക്കുന്നതിന് ദൈവദോഷത്തിലാണ്. അതുപോലെ രജിസ്റ്റർ മാരേജിൽ പങ്കെടുക്കാൻ പോകും. സഭയുടെ വിവാഹമത കൂദാശയോടുള്ള വെല്ലുവിളിയാണ് രജിസ്റ്റർ മാരേജ്. അതിന് സപ്പോർട്ട് ചെയ്യുക, പങ്കുചേരുക, അത് ദൈവദോഷപ്പെട്ടതാണ്. അടുത്ത ഭാവം ദൈവ വചനത്തിൻ്റെ ഭാവമാണ്. പാപം ന്യായീകരിക്കാൻ ബൈബിൾ വാക്കുകൾ ഉദ്ധരിക്കുക.
മറ്റ് മതഗ്രന്ഥങ്ങളോളം മാത്രം പ്രാധാന്യമേ ബൈബിളിനുള്ളൂ എന്ന് ധരിക്കുക. തിരുസഭയുടെ ആധികാരിക വ്യാഖ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിനെ കേൾക്കാൻ പോകും. ടെലിവിഷൻ ചാനലും കാണുന്നതിനുള്ള അർത്ഥമില്ല. സത്യസഭയായ കത്തോലിക്കാ സഭയുടെ ആധികാരിക വ്യാഖ്യാനത്തിൽ വിരുദ്ധമായി മാറിയും ബൈബിൾ പഠിപ്പിക്കുന്ന അത്തരം ഗ്രൂപ്പുകൾക്ക് പങ്കെടുക്കുകയോ ചെയ്യുന്നത് ഈ പഠനത്തിലെ ഭാഗമാണ്. സത്യവിശ്വാസം പ്രഘോഷിക്കാൻ ധ്യാന കേന്ദ്രങ്ങളെ ആക്ഷേപിക്കുക, ധ്യാനകേന്ദ്രങ്ങളെ കള്ളപ്രചരണം നടത്തുക, ധ്യാനം കൂടാൻ പോകുന്നവരെ പിന്തിരിപ്പിക്കുക, ഇതും സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. അടുത്തത് ദേവാലയത്തോട് ചെയ്യുന്ന ഭാഗമാണ്. ദേവാലയത്തെ പറ്റിയുള്ള കർത്താവിന്റെ വചനം ഇങ്ങനെയാണ്: മലമുകളിൽ ദേവാലയം ഇരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുമുള്ള ഇടവും പരിശുദ്ധമാണ്. ദേവാലയത്തിന്റെ ഭാഗമായി പറയാൻ പോകും. വിവാഹം മുതലായ ആഘോഷ അവസരങ്ങളിൽ ദേവാലയത്തിൽ പ്രാർത്ഥന ചൈതന്യം നഷ്ടപ്പെടും എന്ന് സംസാരിക്കുക. ദേവാലയം മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യം നടന്ന സ്ഥലമാണ്. അവിടെ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞു നിൽക്കണം. അതിന് തടസ്സമുണ്ടാക്കുന്ന സംസാരങ്ങൾ, സംഭാഷണങ്ങൾ, ചിരി, അട്ടഹാസ്യങ്ങൾ, അതുപോലെ ഈ ഫംഗ്ഷന് ടെലിവിഷൻ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, ഇതിനൊക്കെ ഒരു നിയന്ത്രണമില്ലാതെ ദേവാലയത്തിന്റെ പവിത്രതയ്ക്കും പരിശുദ്ധിക്കും കാര്യകരമാണെന്ന് പ്രവർത്തിക്കാൻ കൂട്ടുനിൽക്കുക, അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക, നിയന്ത്രിക്കാതിരിക്കുക. സിമിത്തേരി ദേവാലയത്തിന്റെ തന്നെ ഭാഗമായ വിശുദ്ധ സ്ഥലമാണ്. സിമിത്തേരിയിലോ കുഴിച്ചടിയിലോ മദ്യപിക്കാനോ പുകവലിക്കാൻ, ലഹരി ഉപയോഗിക്കാനോ നമ്മൾ കാലത്ത് കൊടുക്കുക. നമ്മുടെ ആരുടെയും മരിച്ച ആളിന്റെ ഏഴോ ഉപ്പുകളോ ഒക്കെ ഇറക്കുമ്പോൾ സിമിത്തേരി കുഴിമാട് നന്നാക്കാൻ ആക്കാൻ ഏൽപ്പിക്കും. അവരെ കണ്ടുപിടിച്ചിട്ടായിരിക്കും. അതൊന്നും അറിയാതിരുന്ന നമ്മൾ കുറ്റക്കാരാണ്. സിമിത്തേരി അശുദ്ധമാക്കുക, സങ്കീർത്തി, ദേവാലയ അങ്കണം എന്നിവ ഏതെങ്കിലും തിന്മയ്ക്ക് ഉപയോഗിക്കുക, പ്രണയവേദിയാക്കുക. ചെറുപ്പക്കാരി എന്ന് പറയാൻ ദേവാലയം പ്രണയവേദിയാണ്. പള്ളിയിൽ വരുന്നത് തന്നെ കാണേണ്ടവരെ കാണാൻ വേണ്ടിയാണ്. അടുത്തത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയുള്ളതാണ്. പരിശുദ്ധ മാർപ്പാപ്പയിൽ ഉള്ള വിശ്വാസം നിഷേധിക്കുക, അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾക്കടുത്ത പ്രാധാന്യം, അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾക്കടുത്ത ബഹുമാനവും പ്രാധാന്യവും സ്ഥാനവും ഭക്തന്മാർക്ക് കൊടുക്കാതിരിക്കുക, അവരെ പരസ്പരം വിമർശിക്കുകയും ഒക്കെ ചെയ്യുക, പരിഹസിക്കുക, വൈദിക വിദ്വേഷം കൊണ്ടുവരണം. ചിലർക്ക് അച്ഛന്മാരൊക്കെ നമ്മൾ സ്തുതി ചെല്ലും, പക്ഷെ ഉള്ളിൽ വെറുപ്പാണ്. അതിന് കാരണമാകുക, വൈദികരുമായി പാപത്തിൽ സഹകരിക്കുക, കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുക, അവരുമായി പാപത്തിൽ സഹകരിക്കുക, പ്രേരിപ്പിക്കുക, ശ്രമിക്കുക. നമുക്ക് എഴുന്നേറ്റ് തന്നുകൊണ്ട് ഒന്നാമത്തെ ഭാഗങ്ങളെ പശ്ചാത്തലിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനതിന്റെ പേരിൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോടടുത്താൽ കുരിശു കൂടും എന്ന് പറയുന്നത് ദൈവനിർണയാണ്. ദൈവത്തോടടുത്താൽ ദൈവം നമ്മുടെ കുരിശ് പോണെ വയ്ക്കുന്നതാണ്. ദൈവത്തോട് കൂടുതൽ എടുക്കരുത്, കുരിശ് കൂടുതൽ എടുക്കരുത് പറയുന്നത് പരസ്യമായ ദൈവനിർണയാണ്. നിറവേറ്റ ഉദ്ദേശമില്ലാതെ നേർച്ചകൾ നേടുക, എന്താ മൂന്നാം പറയണം? ഓക്കെ പറഞ്ഞേ, എല്ലാവരും പറയണം. മൂന്നാമത്തെ കൽപ്പന കൽപ്പന മനഃപൂർവ്വം പറയിപ്പിച്ച് എന്താ പറയാമോ? ഈ ഞായറാഴ്ചയെ ഒഴിവ് ദിവസമായിട്ട് അതുകൊണ്ട് ഞായറാഴ്ചയെ കർത്താവിന്റെ ദിവസമായി പരിഗണിക്കാതെ
സ്വന്തം ഒഴിവ് ദിവസം, ഉല്ലാസ ദിവസം, യാത്രാ ദിവസം, ആഘോഷ ദിവസമാക്കി മാറ്റിയത്. അതാണ് അങ്ങനെ എത്തി പറയാം. ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായി ഞാൻ ആചരിച്ചില്ല, പകരം എന്റെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള ഒഴിവ് അശ്ലീല കാഴ്ചകൾ കാണുക, അശ്ലീല ആനന്ദങ്ങൾ കൊള്ളുക, അശ്ലീല സംഭാഷണം ഏർപ്പെടുക. ഏഷ്യാന്റെ പുസ്തകം 58 പറയുന്ന കൽപ്പനയുണ്ട്, സാപത്തിനെ പറ്റിയാണ്. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷ ഏർപ്പെടാതെയും സാപത്തിനെ ആദരിക്കുക. അപ്പം ഞായറാഴ്ച അടിയന്തര സ്വഭാവമില്ലാത്ത ജോലികൾ ചെയ്യുക, സ്റ്റോപ്പ് ജോലി എല്ലാം ചെയ്യാനുള്ള ദിവസം ഞായറാഴ്ച. കുർബാനയിൽ വന്നാൽ പിന്നെ അന്വേഷണം പോലെ പ്രവർത്തിക്കുന്നത് 10 ദിവസത്തിന്റെ അനാദരമാണ്. അടിയന്തര സ്വഭാവം ജോലികൾ ഏർപ്പെടുക, കുർബാനയിൽ പങ്കെടുത്ത് അസാധ്യമാകും അകത്തിൽ ടൂറും യാത്രകൾ സംഘടിപ്പിക്കുക, സാമ്പത്തിക നേട്ടത്തിൽ പ്രത്യേക ജോലികൾ ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ പോലും അന്യ മതസ്ഥരാണെങ്കിൽ പോലും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതാണ്. ഞായറാഴ്ച കച്ചവടം നടത്തുക, കടന്നു പ്രവർത്തിക്കുക, ഷോപ്പിങ്ങിൽ പോകുന്നത് താമസം മെസ്സി പഠിക്കാം, പരിപാടിക്കാം, അല്ലാത്ത ഷോപ്പിംഗ്. ഞായറാഴ്ചത്തെ ബലിയർപ്പണത്തെ പറ്റി എനിക്ക് പറയാറുണ്ട്. ബലിയർപ്പണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞായറാഴ്ചത്തെ ബലിയർപ്പണം എന്ന അതുകൊണ്ട് പിന്നീട് ചേർന്നതാണ്. മോശയ്ക്ക് നിയമം കൊടുക്കുമ്പോൾ നേരത്തെ പ്രതി അല്ലാതിരുന്ന കുർബാനയ്ക്ക് പോയിരുന്നു. ഞായറാഴ്ച കടം വീട്ടാൻ വേണ്ടി കുർബാനയ്ക്ക് പോയി. ഞായറാഴ്ച കടം വീട്ടാൻ വേണ്ടി കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആയിരുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് വൈകിട്ടുമായിരുന്നു പതിവായിരുന്നു. അത് ദൈവത്തോടുള്ള സ്നേഹം അശേഷമില്ലായ്മയുടെ തെളിവാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് വൈകിയെത്തുന്നത്. കുർബാനയ്ക്ക് ദേവാലയത്തിൽ സ്ഥലം ഉണ്ടായിട്ട് പുറമേ നിന്നും പങ്കെടുക്കുക, അത് കർത്താവിനോടുള്ള വിനയാണ്. എന്താണെങ്കിലും വീട്ടിൽ വിശേഷത്തിന് കെട്ടിക്കെട്ടണം. മാതാപിതാക്കന്മാരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. അവരെ കൊണ്ട് കാര്യം നടത്തിയെടുക്കുകയായിരുന്നു. അവരുടെ അധ്വാന ഫലം വേണം, അവരുണ്ടാക്കുന്ന ആഹാരം കഴിക്കണം, അവർ കഷ്ടപ്പെട്ട് വീട്ടിൽ താമസിക്കണം എന്നൊക്കെ അല്ലാതെ അവരെ അങ്ങോട്ട് സ്നേഹിച്ചിരുന്നില്ല. തെറ്റായ ബന്ധങ്ങൾ വീണും പള്ളിയിൽ പോകാതെ ജീവിക്കുന്നവര് മാതാപിതാക്കളുടെ വ്യക്തിയെ കണ്ണനെ കുറിപ്പിക്കുക, മാതാപിതാക്കളുടെ വ്യക്തി ദുഃഖം ഉണ്ടാക്കുന്ന ജീവിത ശൈലി മുന്നോട്ട് പോയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ചോദിച്ച് അവരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതെ അന്വേഷിച്ചപ്പോൾ ചെയ്തു. മാതാപിതാക്കളോട് ക്ഷമിക്കാതെ അവരെ നിർത്തി ജീവിച്ചു. മാതാപിതാക്കളെ പ്രത്യേകിച്ച് പ്രായം രോഗം വന്നപ്പോൾ അവരെ വേണ്ടവന്ന സ്നേഹപൂർവ്വം പരിചരിക്കാതെ കുറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞ് മുറുമുറത്തൊക്കെ അവരെ ശുശ്രൂഷിക്കുന്നു. നാലാമത്തെ കൽപ്പനയിൽ വരുന്ന ഒന്നാണ് വിവാഹം കഴിച്ചവരെ സംബന്ധിച്ച് ജീവിത പങ്കാളിയോടുള്ള ബന്ധം എങ്ങനെയായിട്ട് വച്ചുകൊടുക്കുക. ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. ജീവിത പങ്കാളിയെ തൻ്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് പോലെയാണ് കണ്ടത്. ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, വസ്ത്രം ഉണ്ടാക്കി തരുന്ന, അല്ലാതെ പുറത്തുപോയി അധ്വാനിച്ച് പണം കൊണ്ടുവരുന്ന ഒരു മാർഗമായിട്ട് മാത്രം പങ്കാളിയെ കാണുക. യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നില്ല. ജീവിത പങ്കാളിയോട് ശത്രുതയിൽ കഴിഞ്ഞിട്ടുണ്ട്.
ജീവിതപങ്കാളിയെ ദേഹത്തോട് കൽപ്പിച്ചിട്ടുണ്ട്, അകാരണമായി സംശയിച്ചിട്ടുണ്ട്, അവിശ്വസ്തത പുലർത്തിയിട്ടുണ്ട്. ജീവിതപങ്കാളിയുടെ കുടുംബത്തോട് ശത്രുത കാണിച്ചിട്ടുണ്ട്. ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നതിൽ കാരണമില്ലാതെ നിസ്സഹകരണം കാണിച്ചിട്ടുണ്ട്. ദാമ്പത്യ ധർമ്മം രക്ഷിക്കാൻ പറ്റാത്ത സമയത്ത് സാഹചര്യങ്ങളിൽ നിർബന്ധിച്ചിട്ടുണ്ട്. മക്കളെ ജീവിത പങ്കാളിയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. വിവാഹമോചനം നേടുന്ന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജീവിത പങ്കാളിയോട് സഹകരിക്കാതെ സംസാരിക്കാതെ നടന്നിട്ടുണ്ട്. കുടുംബകാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാതെ അന്വേഷണങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി മക്കളുള്ള കടമകൾ. മക്കളെ ദൈവ ശിക്ഷണത്തിൽ വളർത്തായിട്ടുണ്ട്. മക്കൾക്ക് ദുർമാതൃക നൽകിയിട്ടുണ്ട്. മക്കളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതിരുന്നുണ്ട്. മക്കളെ അമിതമായി താലോലിച്ച് വഷളാക്കിയിട്ടുണ്ട്. മക്കളെ ക്രൂരമായി ശിക്ഷിച്ചിട്ടുണ്ട്. മക്കൾ തമ്മിൽ വെച്ച് സഭയെയും ആത്മീയതയെയും വിമർശിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഞ്ചാമത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നേരിട്ടോ പരോക്ഷമായ കാരണമായിട്ടുണ്ട്. ലഹരിയിൽ വാഹനം ഓടിച്ച് അപകടത്തിന് സാധ്യത കൽപ്പിച്ചിട്ടുണ്ട്. അമിതമായി വണ്ടി ഓടിച്ച് അപകട സാധ്യത കൽപ്പിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ മരിച്ചാൽ മതിയെന്ന് സ്വയം തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്വയം ദേഹബോധം ലഭിച്ചിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടു കളഞ്ഞിട്ടുണ്ട്. അബോർഷൻ ക്രമകൃത്യ. വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ ക്രമകൃത്യ സാരമില്ല എന്ന് പറഞ്ഞ് കൊലപാതകത്തിന് കൂടുതലുണ്ട്. വിവാഹം കഴിക്കാതെ ഗർഭമുണ്ടാകാൻ ബന്ധപ്പെടുകയും സാരം വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞേക്ക് എന്ന് പറയുന്ന വ്യക്തി സാധാരണ കൊലപാതകമില്ല. ഇടാക്ക എന്ന് പറയുന്ന 2-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആധികാരിക പറയുന്നത് ലക്ഷോപലക്ഷം മനുഷ്യരെ നേരത്തെ കൊല്ലുന്നതിനേക്കാളും കുറ്റകരമാണ് ഒരു ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടുകളി. അതിന് മനുഷ്യനെ കൊള്ളുന്ന തൊണ്ടി ലക്ഷണമാണ്. ഗർഭത്തിൽ കുറിച്ച് കൊണ്ടു കഴിഞ്ഞാൽ 50 കൂടുതൽ അബോർഷൻ ഗുണകത്യ നിസ്സാരമല്ല, അതീവ ദുർബലമാണ്. ഒരു കാലത്ത് ദിവസത്തിൽ ആവശ്യം കൊടുക്കാത്ത ഭാഗമായിരുന്നു. കൂട്ടു നിൽക്കുക, സഹായിക്കുക, സാരമില്ലാന്ന് പറയുക വലിയ കുറ്റമാണ്. ഇനി 6-ാം പ്രമാണം. 5-ാം പ്രമാണത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആരോഗ്യം നശിപ്പിക്കുന്നതാണ് 5-ാം പ്രമാണ ലംഘനം. മദ്യപിക്കുക, പുകവലിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, ആരോഗ്യ ഹാനി വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും അത് തന്നെ 6-ാം പ്രമാണം. ഈശ്വര വാക്കുകൾ ഓർക്കാം. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളോട് ഞാൻ പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തെ പറയുന്നു എന്ന ഇത്ര ആവശ്യം പറയുന്നതാണ് പ്രസാദത്തിന്റെ ഫലം പൂർണ്ണമായി. ബന്ധത്തിൽപ്പെട്ടവരോട്, രക്തബന്ധത്തിൽപ്പെട്ടവരോട്, കുട്ടികളോട്, ബുദ്ധിമാന്യമുള്ളവരോട് വ്യഭിചാരശാലയിൽ പോയി പാപം ചെയ്യുക, വ്യഭിചാരത്തെ കൂട്ടുനിൽക്കുക. അടുത്തത്
അശുദ്ധ വിചാരങ്ങളോടെ മറ്റുള്ളവരെ നോക്കുക, അങ്ങനെ പാപം ചെയ്യുക, സ്പർശിക്കുക, അല്ലെങ്കിൽ വിചാരങ്ങളോടെ അടുത്തത് സ്വന്തം ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ആലയക്കാരുടെ ശരീരത്തെ ഫാഷന് വേണ്ടിയുള്ള വസ്ത്രം ധരിച്ച് അല്പമൊക്കെ നഗ്നത പ്രദർശിപ്പിക്കുക, പ്രകൃതി വിരുദ്ധമായ ലൈംഗികത, സ്വാർത്ഥഭോഗം, അശ്ലീല കലർന്ന ഡാൻസ്, നാടകം, സിനിമ എന്നിവ കാണുക, വിശുദ്ധ വിവാഹത്തിലെ ദാമ്പത്യം സ്വാർത്ഥ സുഖത്തിന് വേണ്ടി മാത്രം ദുരുപയോഗിക്കുക, അതിനുവേണ്ടി ദുരുപയോഗിക്കുക. ആസി പറഞ്ഞതുമല്ലോ, സ്നേഹികര ആരാധനയാണ്, പ്രണയം ദൈവനിശ്ചയമാണ്. പ്രണയം മൂലം അശുദ്ധഭാവങ്ങൾ ഏർപ്പെടുന്നവരുണ്ട്. ചിന്തകളൊന്നും വീഴുക, ചിന്തമോഹങ്ങളിലേക്ക് പോവുക, അശ്ലീല ആഗ്രഹങ്ങളിലേക്ക് പോവുക, അശ്ലീല സംഭാഷണം നടത്തുക, അശുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുക. മോഷ്ടിക്കരുത്. വായ്പയായി പണം വാങ്ങി തിരിച്ചു കൊടുക്കാതിരിക്കുക. ചെയ്ത ജോലിക്ക് അർഹിക്കുന്നതിലേറെ കൂലി വാങ്ങുക, വേതനം വാങ്ങുക, ജോലിക്കാർക്ക് അർഹമായ വേതനം നൽകാതിരിക്കുക, പാവപ്പെട്ടവർക്കും സുവിശേഷ വിലയ്ക്ക് ഉപയോഗിക്കേണ്ട പണം സ്വന്തം സുഖലോലതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക, നുണ പറഞ്ഞ അർഹതയില്ലാത്ത വായ്പകളും മറ്റും വാങ്ങുക, കൈക്കൂലി വാങ്ങുക, കൈക്കൂലി കൊടുക്കുക, മറ്റുള്ളവരുടെ ഉപയോഗ വസ്തുക്കൾ അനുവാദമില്ലാതെ ഉപയോഗിക്കുക, ഭൂമി കയ്യേറുക, അതിർത്തി മാറുക, ഉപഭോക്താവിന്റെ അജ്ഞത മുതലെടുത്ത് അമിത വില ഈടാക്കുക, വിവാഹാലോചനയെ ബന്ധപ്പെട്ട കണക്കുകളും നുണയും, ദൈവനാമത്തിൽ കള്ളയാണയിടുക, വിശുദ്ധ ബൈബിൾ തൊട്ട് നുണ പറയുക, ആത്മീയ പിതാക്കന്മാരോട് പോലും നുണ പറയുക, ഉപസാരത്തിൽ നുണ പറയുക, ശിക്ഷയെ ഭയന്ന് അധികാരികളുടെ മുമ്പിൽ നുണ പറയുക, ഒൻപതാം പ്രമാണം അന്യന്റെ ഭാര്യയെ ഓർമ്മിക്കരുത്. പത്ത് കൽപ്പനകൾ എഴുതിച്ചാലും മാരകപാപമാണ് എന്നിന്റെ ക്ലാസ്സിൽ തെറ്റിലാണ്. അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നതും മാരകപാപം. അന്യന്റെ പങ്കാളിയോട് വിവേകമില്ലാതെ കൂടുതൽ അടുത്തിടപെടൽ, അന്യന്റെ പങ്കാളിയോട് വിവേകമില്ലാതെ കൂടുതൽ അടുത്തിടപെടുക, ആ വ്യക്തിയിലേക്ക് മനസ്സ് ചാടി പോകത്തക്ക വണ്ണം, ആ വ്യക്തി മുന്നോട്ട് മനസ്സ് ചായത്തക്ക വണ്ണം വിവേകമില്ലാത്ത അടുപ്പം കാണിക്കുക, സംഭാഷണം നടത്തുക, പത്താമത്തെ കൽപ്പന അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. സമ്പത്തിനോടുള്ള ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട ഒരു അകൽച്ചയെ പറ്റി പറയുന്നത്. സമ്പത്തിനോടുള്ള ആർത്തി എത്ര കൊണ്ടായിട്ടും മതിയായില്ല എന്ന് തോന്നൽ, അന്യായമായി വളഞ്ഞ വഴിയിൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ, സമ്പന്നനാകുന്നതിലുള്ള ദൃഢമാനം, സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള മടി, ദരിദ്രരെ സഹായിക്കാനും സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും പണം കൊടുക്കാതിരിക്കുക,
അധികാരത്തിലും പദവിയിലും അഹങ്കരിക്കുക, സമ്പത്തിൽ അഹങ്കരിക്കുക, സൗന്ദര്യത്തിൽ അഹങ്കരിക്കുക, അറിവിലെ വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുക, നേട്ടങ്ങളിലും വിജയങ്ങളിലും അഹങ്കരിക്കുക, അത് അസൂയാണ്. തന്നെക്കാൾ കഴിവുകൾ കൂടുതലുള്ളവർ അംഗീകരിക്കപ്പെടുന്നത് അസൂയപ്പെടുക, സമ്പത്തും ജീവിത സൗകര്യങ്ങളും കൂടുതലുള്ളവരോട് അസൂയപ്പെടുക, കോപം, ബഹുമാനിക്കപ്പെടാത്തതിൽ കോപിക്കുക, തരം താഴ്ന്ന സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുക, ജനികാസക്തി, പാവനമായ സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഇങ്ങനെ തരം താഴ്ന്ന ജനിക സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുക. നമുക്ക് തകർച്ചയാണ്, അനാരോഗ്യകരമായിട്ട് ജീവിത സൗകര്യങ്ങളോട് സുഖലോലുപതയോടുള്ള അമിതമായ പ്രതിബദ്ധത. അടുത്തത് കൊതി, ഭക്ഷണപാനീയങ്ങളോടുള്ള അകൽച്ച ഇല്ല. ഭക്ഷണപാനീയങ്ങൾ അമിതമായി സ്വീകരിക്കുക, അളവില്ലാതെ ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ആഹാരത്തോട് അമിതാസക്തി കാണിക്കുക, അധിക ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റായിട്ടുള്ളതെല്ലാം മടി, ആത്മീയ കാര്യങ്ങൾ അവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, മടി കാരണം. ദിവസവുമുള്ള ഉപവാസത്തെ പറ്റിയാണ് ദുഃഖവെള്ളി ഒരു ദിവസവും 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഉപവാസം അനുഷ്ഠിക്കാൻ കടമയുണ്ട്. അതായത് ഒരു പ്രധാന ആഹാരം മാത്രം ഒരാഹാരത്തിൽ അവസാനിപ്പിക്കുക. കുറെ ക്ലേശങ്ങളുള്ളവർക്ക്, അസുഖങ്ങളുള്ളവർക്ക് സ്നാക്ക് കഴിക്കുന്ന ചെറിയ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ എല്ലാ സമയത്തും ആഹാരമാണ് പ്രധാന ഉപവാസ നിയമം. 20 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളൂ. 60 വയസ്സിന് മുകളിലേക്കുള്ള കടമയില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് എപ്പോഴും രക്ഷാകരമാണ്. മറ്റൊരു നിയമം, സഭയുടെ നിയമം മാംസവർദ്ധന സംബന്ധിച്ചാണ്. അത് നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിലേക്കാണ് നിർദ്ദേശിച്ചുള്ളത്. അങ്ങനെയല്ല, ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസം വർദ്ധിക്കണം. ഇറച്ചി മാത്രമല്ല, ഇറച്ചി ചേർന്ന ഇറച്ചിയുടെ മാംസം ചെയ്ത എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും ഒഴിവാക്കണം. ഒഴിവാക്കാത്തവർ പോലെ. അതുപോലെ വിവാഹാഘോഷം മുടക്കെടുക്കാനോ 29 50 അത് തുണയൊക്കെ പറഞ്ഞ് അതിനെ സ്വാധീനിച്ച് ലഭിച്ച് വിവാഹമാക്കാൻ നടത്തുന്നവരും സഭയുടെ കൽപ്പന ലഭിക്കുകയാണ് പാപം ചെയ്യുക. നമുക്ക് എഴുതിയില്ല. സ്ഥാനത്തിൽ അങ്ങ് തന്നെയാണ് എഴുന്നള്ളിയിരിക്കുന്നത്. ഈ തിരുവോസ്തിയിൽ കാൽപാദം വരെ അടികളേറ്റ്, മുറിവുകളേറ്റ്, രക്തമൊലിച്ചുകൊണ്ട് ഉപസ്ഥാനക്കൂട്ടിൽ ഇരിക്കുന്ന അങ്ങയെ കാണുവാൻ ഞാൻ വരികയാണ്. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ ഇത്രയേറെ പ്രാർത്ഥിക്കപ്പെട്ടതെന്നുള്ളത് ചെറിയോടെ അനുതാപ കണ്ണീരോടുകൂടെ ഉപസ്ഥാന വേദിയിലേക്ക് വരുവാൻ ഞാൻ എത്തിയിരിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പാപം മൂലം ഞാൻ തന്നെ വരുത്തിവെച്ച ആന്തരിക മുറിവുകൾ ഈ ഉപസ്ഥാന കൂടാശ വഴി ഞാൻ ഉണക്കണമേ. പാപം മൂലം ഞാൻ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്, പിശാചിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഈ ഉപസ്ഥാന കൂടാശ വഴി പിശാചിനെ എന്നിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണമേ. ഉപസ്ഥാനത്തോടൊപ്പം നടക്കുന്ന കൗൺസിലിംഗിൽ കർത്താവിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, അംഗമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കൗൺസിലിംഗ്. എന്നെ സ്വീകരിക്കുന്ന കൗൺസിലർ അങ്ങയുടെ സന്നിധിയിലും അങ്ങയുടെ നാമത്തിലുമാണ്. എന്റെ ജീവിതത്തിന്റെ വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ഈശോയോടാണെങ്കിൽ എങ്ങനെ പറയുമോ അതുപോലെ തന്നെ കൗൺസിലറോട് പറഞ്ഞതാണ്. തുറന്ന് പറയുവാൻ എന്നെ അനുഗ്രഹിക്കണം എന്നതാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഗേൾസ് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷനിൽ
ആദ്യത്തെ 1 മുതൽ 30 വരെയുള്ള രജിസ്ട്രേഷനുള്ളവർ എഴുന്നേൽക്കും. 1 മുതൽ 30 വരെയുള്ള രജിസ്ട്രേഷൻകാരെ ചെന്നിട്ട് ഇവിടെ കൗണ്ടറുണ്ട്, വളണ്ടിയേഴ്സ് കൗണ്ടറുണ്ട്, അവർക്ക് ചെയ്യാൻ അവർ നിങ്ങളുടെ കയ്യിലേക്ക് വിടുന്നതായിരിക്കും. പാപത്തിന്റെ ചെറിയുള്ള നമ്മെ കർത്താവ് എന്നെ മാറോട് ചേർത്തണച്ച് ചിന്തിക്കുന്ന അനുഭവമാണ് ആസ്വദിക്കുന്നത് സാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1996 ഞാൻ ചിറ്റൂർ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടു. 2003 ആയപ്പോഴേക്കും അഭ്യർത്ഥി പിതാവ് എന്നോട് പറഞ്ഞു, അന്ന് പിന്നീടുള്ള പ്രശ്നം ഇംഗ്ലീഷ് ഭാഷ നമ്മൾ ഉച്ചരിക്കുന്ന പോലെയല്ല അവർ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുന്നില്ല. അവരെ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്നില്ല കൃത്യമായി. അങ്ങനെ ഞാൻ ആദ്യം പരിശ്രമിച്ചു. കുബാലയുടെ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന പരിസ്ഥിതിയിലേക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ കഴിവതും അവരെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാറി ഇരിക്കുമ്പോൾ ആ പള്ളിയിലെ ഒരു വലിയ ഉത്സവം. ഈ അമേരിക്കക്കാരുടെ പള്ളികൾ പെരുന്നാളാഘോഷിക്കാൻ ഒരിക്കലും പെരുന്നാളാഘോഷിക്കാൻ ഉദാസങ്ങളുടെ ആഘോഷമാണ്. പിന്നെ അവർക്ക് പെരുന്നാളിന് പകരമായിട്ടുള്ളത് ഫുഡ് ഉത്സവങ്ങളാണ്. അത് പ്രധാനമായിട്ടും കാരുണ്യ പ്രവർത്തകർക്ക് പണം ശേഖരിക്കാൻ വേണ്ടി ഫണ്ടുണ്ടാക്കാൻ വേണ്ടി. വലിയ ഇടവകളായി ഈ രണ്ട കഥ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ വീടുകളെ ഒഴിവാക്കി ഇടുക്കുകാരുടെ വീടുകളിൽ മാത്രം കയറി ആത്മങ്ങളെല്ലാം പറഞ്ഞു. ഈ കുഞ്ഞാൻ രക്തകര കണ്ടപ്പോൾ ഭയത്തെ നിറച്ച് ആ അത് പ്രതീകമായതുകൊണ്ടാണ്. എന്തിന്റെ പ്രതീകം?
കാൽവരിയിൽ കുരിശിൽ യേശു ചിന്തമായിരിക്കുന്ന പരിശുദ്ധ രക്തത്തിന്റെ പ്രതീകമായിട്ടാണ് ആ രക്തം അവിടെ പറ്റിയത്. സമാധാന പ്രതിയാണ് നമുക്ക് സംസാരിക്കുന്നത് ശുശ്രൂഷിക്കുന്ന അവസ്ഥ മാത്രമായി സഭയ്ക്ക് നൽകപ്പെട്ട രക്തമാണ് അവിടെ ചിന്തപ്പെട്ടു. അപ്പോൾ ഇതെന്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്തമാണ്, ഇത് വാങ്ങി കുടിക്കുക എന്ന് പറയുന്ന വാക്കുകൾ സ്നേഹത്തിന്റെ തീവ്രമായ ഭാഷ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു കയ്യോ കാലോ മുറിച്ചെടുത്ത് കൊടുത്തിട്ട് ഇത് വറുത്തു തിന്നോ, അല്ലെങ്കിൽ രക്തം ഒരു സിറിഞ്ച് കൊണ്ട് വലിച്ചു കുറ്റി ഒരു കുപ്പിയിലാക്കി ഇത് വാങ്ങി കുടിച്ചു പറയുന്നത് ഒരപ്പുറമേയും പറയാൻ യാതൊരു സാധ്യതയില്ല. യേശു അത് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പരമാകാഷ്ഠയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുത്ത് പോകുന്ന നമുക്കൊരു അനുഭവമാണ്. ഞാൻ ഈ ആലുമായ്ക്കടുത്ത് ഒരു വാഴക്കുളം, അവിടെ ഇൻഫന്റ് ജീസസ് ചർച്ച് 10-35 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ധ്യാനമായി. അന്നൊക്കെ ഇടവറിയാൻ രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെ ആ ധ്യാനത്തിൽ ഒരു കൺവെൻഷൻ പോലെ ഒരുപാട് ജനമുണ്ടായി. ധ്യാനത്തിൽ അതിന്റെ പ്രത്യേകത അവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റർമാര് അസാധാരണ സംഘടന 5 ദിവസവും സിസ്റ്റേഴ്സ് എല്ലാ ജോലികളും മാറ്റിവെച്ച് ഗവൺമെന്റ് കൂട്ടി ഈ ധ്യാനത്തിൽ പറയുന്നത്. അപ്പൊ എനിക്ക് അത് വലിയൊരു സന്തോഷമായി തോന്നി. എങ്ങനെ ഒരു പള്ളിയിൽ സിസ്റ്റേഴ്സ് അവിടെ ഗവൺമെന്റ് കൂട്ടിയിരിക്കും, പള്ളിയിൽ ധ്യാനം വരണം. ഇത് ആ സിസ്റ്റേഴ്സ് മുഴുവനും ഗവൺമെന്റ് അടച്ചു കൂട്ടിയിരിക്കും ധ്യാനം പോലും. അപ്പൊ എനിക്ക് തോന്നി ധ്യാനം കഴിയുമ്പോൾ ആ ഗവൺമെന്റിൽ പോയൊരു നന്ദി പറയും. ഞാൻ 5 ദിവസം ധ്യാനമാണ് കഴിഞ്ഞ് ഞാൻ നന്ദി പറയാൻ ചെന്നു. ഞാൻ എന്റെ കുറെ ടീമാർക്കൊക്കെ ഉണ്ട്. ചിലപ്പോൾ മകൾ പറഞ്ഞ അച്ഛൻ വന്നത് വളരെ ഉപകാരം, ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, എന്ത് ചെയ്ത് അറിയാവുന്നതന്നെ ക്ഷമിക്കാൻ. പ്രതിസന്ധിയോ ധ്യാനമായിട്ട് പ്രതിസന്ധിയോ ആ പ്രതിസന്ധി പറയുന്ന കാര്യമാണ് നമുക്ക് ഒരു സിസ്റ്ററെ കൊണ്ട്. അപ്പോൾ ഒരു പ്രായമായ സിസ്റ്ററാണ്, ഒരു 70 വയസ്സ് പ്രായമുണ്ട്. സിസ്റ്ററിന്റെ ഭാവമെല്ലാം മാറിയിരിക്കും. അപ്പോ സിസ്റ്ററിന് സംസാരിക്കാൻ തന്നെ വളരെ വിഷമം. എന്തോ സംഭവിച്ചു ആ സിസ്റ്ററിന് തലേ ദിവസം. അതാണ് പ്രതിസന്ധി. ഞാൻ ചെന്നാ പറയാൻ ചോദിച്ചു. ഈ സിസ്റ്റർ പതുക്കെ പറഞ്ഞത് എങ്ങനെയാണ്? ധ്യാനത്തിന്റെ 4ാം ദിവസമായിരുന്നു കുമ്പസാരം. കുമ്പസാരം കഴിഞ്ഞുള്ള കുർബാനയിൽ എന്തോ സംഭവിച്ചു. സിസ്റ്റർ പറഞ്ഞെങ്ങനെയാണ്? അത്താഴയിലേക്ക് അത്താഴ പാലന്മാർ അകമ്പടിയോടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ അച്ഛന് വരുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ്. പക്ഷേ ബലിപീഠത്തിൽ വന്നു പിതാവിന്റെയും പുത്രന്റെയും അച്ഛൻ പറഞ്ഞ സമയം മുതൽ അത്താഴയിൽ അച്ഛനില്ല. അവിടെ യേശുക്രിസ്തുവാകുന്നത് എല്ലാ പ്രാർത്ഥനകളും ഉരുവിടുന്നത് യേശുവായിരുന്നു. ആ പ്രസംഗ സമയത്ത് യേശുവിന്റെ നീല കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ആ ചൊടികൾ അനങ്ങുന്നത് ഞാൻ കണ്ടു. കാഴ്ചകളായപ്പോഴേക്കും സംഗതികളെല്ലാം മാറ്റം വന്നു. ബലിപീഠമില്ല, തിരികളും പൂക്കളും വെള്ളശീലകളുമില്ല, ലൈറ്റുകളില്ല. പകരം ഇറച്ചിവിട്ട് കിടയിലെ പോലെയുള്ള ഒരു മേശ മാത്രം. ആ മേശയിൽ യേശു മരിക്കാതെ ഒന്ന് പൊളയുകയാണ്. ശരീരത്തിൽ 1 ഇഞ്ച് മാംസമോ ചർമ്മമോ ഇല്ല, അസ്ഥിമജ്ജന, പക്ഷെ മരിച്ചിട്ടില്ല. വാവിട്ട് കരയുകയാണ്. ആ അസ്ഥികളെല്ലാം ഇടയ്ക്കിരിക്കുന്ന അല്പമാംസം ഒരു പടയാളി വന്ന് ഒരു മഴ കൊണ്ട് കൊത്തി
ഇപ്പോഴും കരയുകയാണ്. ക്രിസ്തു പറയാ, പ്രവർത്തിച്ചേർന്ന അംഗങ്ങളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ബലിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് ഇന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, കുർബാനയെ വയ്ക്കുന്ന പേരെന്താണ്? വിശ്വാസത്തിന്റെ രഹസ്യം. എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ ദാനമുള്ളവന് മാത്രമേ ഈ മഹാ രഹസ്യത്തിൽ സംഭവിക്കുക എന്താണ് പിടിയിട്ടത്. അല്ലാതെ ഒരു അനുഷ്ഠാനം പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആത്മീയ അനുഷ്ഠാനം ഭക്താനുഷ്ഠാനമായി കുർബാനയിൽ പോകുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ അപ്പോസ്തലന്മാർ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പോലെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ സിംഗമീൻ വൃക്ഷത്തോട് ചുവടോടെ പറഞ്ഞ് കടലിൽ പോയി വേരുവയ്ക്കാൻ പറഞ്ഞാൽ വേരുവയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അന്തം വിട്ടുപോയി. അയ്യോ, ഞങ്ങൾക്ക് വിശ്വാസം കുറവാണ്. കുർബാനയിൽ ഇനിയെങ്കിലും വരുമ്പോൾ കർത്താവേ, ഈ മഹാരഹസ്യത്തിന്റെ കാവൽ ഗ്രഹിക്കാനുള്ള വിശ്വാസം എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ദേവാലയത്തിൽ വരാവുന്നു. ദേവാലയം വരെ പന്ന വഴിക്കണം, വർത്തമാനം പറഞ്ഞ് തിരിച്ചു കഴിച്ച് നടത്തരുത്. വീട്ടിൽ നിറങ്ങിയ പള്ളികളിൽ കുർബാനയിൽ എത്തുന്നവരെയുള്ള സമയം ഈ മഹാരഹസ്യത്തിൽ ശരിയായി അനുഭവിച്ചറിയാനുള്ള വിശ്വാസം തരണമേ എന്നുള്ള പ്രാർത്ഥന വന്ന് നിങ്ങൾ പങ്കെടുത്ത് നോക്കുക. വിശുദ്ധ കുർബാന ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സിസ്റ്ററെ നോക്കുക. ആ സിസ്റ്ററിന് ഒരു കുർബാനയും പഴയതുപോലെ നടത്തിയ വിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ യഥാർത്ഥമായ പീഡാസഹനത്തിന്റെയും കുരിശുബന്ധത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സംഭവമായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക. ഇതനേകം പേർക്ക് ഞായറാഴ്ച പള്ളിയിൽ നാവഞ്ഞ് കവിഞ്ഞ് മുറ്റത്തും പറമ്പിലൊക്കെ ആൾക്കാർ ഇപ്പോഴും വരുന്നു. കുർബാനയുടെ അന്തസത്തയും സാരാംശവും ഒരു ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നുന്നത് ധ്യാനത്തിനാണ്. 5 ദിവസം ധ്യാനത്തിന് ആദ്യ ദിവസം ധ്യാനത്തിന് കുർബാനയിൽ ഇങ്ങനെയൊക്കെ, 2-ാം ദിവസമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, 3-ാം ദിവസമാകുമ്പോൾ ഇങ്ങനെയാണ്, 4-ാം ദിവസമാകുമ്പോൾ കണ്ണ് തുറക്കാത്ത അവസ്ഥയാണ്, കണ്ണ് നിറഞ്ഞ് കണ്ണതിലുള്ളതാണ്. ഞാൻ ധ്യാനത്തിൽ സ്ഥിരം കാണുന്ന അവിടെ എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട്. 3-ാം ദിവസമാണ് നമസ്കാരം. അന്നത്തെ കുർബാന അർപ്പിക്കുന്നത് സാധാരണ ഞാനായിരിക്കും. ആ കുർബാന അർപ്പണ സമയത്ത് ഞാൻ കാണാറുള്ള ആൾക്കാരെല്ലാം മാറത്തി ഇറങ്ങുന്നത്. കുർബാന സ്വീകരണ സമയത്താണ് വലിയ ബുദ്ധിമുട്ട്. കാരണം കുർബാനയെ നടത്തിയിരുന്നപ്പോ ഈ മനുഷ്യരില്ലാതെ കണ്ണ് കൂട്ടി കണ്ണടച്ച് കണ്ണുനീരിൽ ഇങ്ങനെ ധാരാളെ ഒഴുകി പിടിക്കുക. പിന്നെ കുർബാന കൊണ്ടു നിൽക്കുന്ന ആ തിരുപാത്രം കൊണ്ട് അവരെ താടിയിലോ തലയിലോ ഒന്ന് മുട്ടി കണ്ണ് തുറപ്പിച്ചിട്ട് അവർ കുർബാന കൊടുക്കുക. അത്രമാത്രം കുർബാനയെ ദഹിച്ചു ചേർന്ന് കൊടുക്കുക. ഈ ചാപ്പലുകളിൽ പറയാറ് സഭ അവരുടെ ജീവൻ പ്രാപിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. സഭ അവരുടെ ജീവൻ പ്രാപിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ അർത്ഥം, നമുക്ക് 3 തരം ജീവനുണ്ട്. ആത്മീയ ജീവൻ, മാനസിക ജീവൻ, ശാരീരിക ജീവൻ. ശരീരത്തിന്റെ ജീവനെ കുറവെടുക്കുമ്പോൾ രോഗം എന്ന് പറയും. മനസ്സിന്റെ ജീവൻ കുറവെടുക്കുമ്പോൾ ഭ്രാന്ത് എന്ന് പറയും. ആത്മാവിന്റെ ജീവൻ കുറവെടുക്കുമ്പോൾ അത് മരണം എന്ന് പറയും. അപ്പൊ ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം, ജീവൻ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് സംഘടിപ്പിക്കുന്നത്. സഭ അതിന്റെ ജീവൻ സ്വീകരിക്കുന്നത് കുർബാനയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം നിരോധിക്കപ്പെട്ട കാലത്ത് പള്ളികളൊന്നുമില്ല. ഏതെങ്കിലും വീടുകളിലാണ് കുർബാന അർപ്പിച്ചിരുന്നത്.
അപ്പോൾ പോലീസ് പറഞ്ഞ വീട് പറഞ്ഞ് അവരെല്ലാം കൊല്ലുമായിരുന്നു. അപ്പൊ അതിന്റെ ദേശം ഭൂമിയുടെ ഉള്ളിൽ തുറന്ന് ഭൂമിക്കടിയിൽ ഗുഹയുണ്ടാക്കി ആ ഗുഹയിൽ ഒളിച്ചത് പങ്കെടുക്കുമായിരുന്നു. അപ്പൊ നോക്കുമായിട്ട് പട്ടാളം വന്ന് ആ ഗുഹാപത്ത് കാത്തു നിൽക്കുന്നു. പുറത്തേക്ക് വെള്ളം വെടിച്ചു കൊല്ലുന്നു. അപ്പോഴും ക്രിസ്ത്യാനി പറയും, കുർബാന അർപ്പിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല, കുർബാന അർപ്പിക്കാൻ ജീവിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാൻ 1985-86 കാലഘട്ടങ്ങളിൽ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ചെറിയ യോഗത്തിൽ വികാരിയായിട്ടുണ്ട്. അപ്പൊ ഈ NH-47 പള്ളിയുടെ മുറ്റത്തൂടെ പോകും. അത്ര ഉണ്ട്. അത് NH പൊക്കി പണിതു. ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിലുള്ള മണ്ണ് അനേകം അടി താഴ്ത്തി ആ മണ്ണ് മുഴുവെടുത്ത് മാറ്റിയിട്ട് പുത്തൻ മണ്ണ് കൊണ്ടുവന്ന് ഒത്തിരി പൊക്കിയാണ് ഈ കൈവരുന്നത്. അപ്പൊ ഈ പള്ളിയുടെ ക്യാമ്പസ് എല്ലാം ഈ വയല് പോലെ താഴ്ന്നു. 2 മഴ പെയ്താൽ കടലുകളുള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജൂൺ മാസം 2 ആഴ്ച തുടർച്ചയായി മഴ പെയ്യും. അവസാനത്തെ 3 ദിവസമായപ്പോഴേക്കും കരണ്ട് പോയി. സാമാന്യ ഗ്രാമമാണ്. അപ്പൊ അവസാനത്തെ 3 ദിവസമായപ്പോൾ വെള്ളപ്പൊക്കം പോയി. ഈ അരപ്പൊക്കെ വെള്ളം പള്ളിക്ക് അവസ്ഥ. അപ്പൊ പള്ളിയും മേടയും വളരെ അടുത്ത് പറഞ്ഞാൽ കാലിന് നീട്ടി ചാടിയാൽ മേടയിൽ മേടയിൽ പള്ളി സെക്യൂരിറ്റി കാണാൻ പറ്റും. അപ്പൊ അവസാനത്തെ 3 ദിവസമായപ്പോൾ കപ്പിയാല് പോലും പള്ളി വരാറായി. കപ്പിയാല് വളരെ കൃത്യമുള്ള 5 മണിക്കും പള്ളിയിലെത്തും. അച്ഛനെ എഴുന്നേറ്റുള്ള നോക്കമില്ലെങ്കിൽ അച്ഛനെ മറ്റു വിളിക്കും. 5:30 മണിയടിക്കും. നല്ല വിശ്വസ്തരായിരുന്നു. കപ്പയാല് പോലും പള്ളിയിലെ 3 ദിവസത്തെ പള്ളിയിൽ അത്രയ്ക്കും വെള്ളപ്പൊക്കം. 3 ദിവസം കറണ്ടുമില്ല. അപ്പൊ ഞാൻ അന്നത്തെ പരിശീലനം അനുസരിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. ആ വെള്ളത്തെ ചാടി സ്റ്റെപ്പ് കയറി പള്ളിക്ക് ചെയ്തിട്ടോ ലൈറ്റ് ചെയ്തത്. അത് ഞാനൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. പള്ളി തീരെ പാവപ്പെട്ട പള്ളിയാണ്. തറയിൽ ഈ ചാക്കൊക്കെ ഇട്ടിരിക്കുക. കോൺക്രീറ്റ് ഇട്ടിട്ട് അത് സിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കുറച്ച് ചാക്കൊക്കെ ഇട്ടിരിക്കുക. അപ്പൊ ആ ചാക്കിൽ ഒന്നിന്റെ പുറത്ത് ഞാൻ ചമ്പറക്കൊണ്ടിരുന്ന് ഏകാന്ത പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് പെട്ടെന്ന് കർത്താവ് എന്ത് പറയുകയാണ്, സ്ത്രീകൾ കയറി വരുന്ന ഭാഗത്തുള്ള ഡോറ് പോയി തുറന്നു നോക്കുക. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എന്നോട് തന്നെ പറയും, കപ്പ്യാരെ പോലും വരുന്നില്ല 3 ദിവസം. പിന്നെ അമ്മയ്ക്ക് ആര് വരാനായി ഞാനെന്തിനാ പോയി കിടന്നു അത് വരുന്നത് ഞാൻ സ്വയം ചോദിച്ചു. അപ്പൊ കർത്താവിന്റെ സ്ഥലം ഞാൻ വീണ്ടും വീട്ടിലെത്തിയാണ്. ഉടനെ പോയി ഡോറ് തുറക്കുക. ഞാൻ ഡോറ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അസ്ഥിമണ്ഡലം പോലെ ഒരു അമ്മച്ചിയായ ഇടതയുണ്ട്. കല്യാണം കഴിക്കാത്ത അമ്മച്ചിയാണ്. 60 വയസ്സോളം പ്രായമുണ്ട്. അതിന് ചെറുപ്പത്തിൽ പോളിയോ വന്ന് അരക്കൂട് താഴേക്ക് തളർന്നുപോയി. 2 കാലം ഇങ്ങനെ പിണഞ്ഞു കിടക്കുക. അത് എന്നാലും ഒരു കുർബാനയ്ക്ക് അത് ഈ കാലയിലെ നീന്തി 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 കുർബാനയ്ക്ക് വരും. ഞാൻ നോക്കുമ്പോൾ ഈ സ്ത്രീയാണ് ഈ വാദത്തിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് മരിക്കാൻ. ഉടനെ വേണ്ടേ ചെന്ന് കുറച്ച് ചൂട് കൊടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് ഞാൻ പള്ളിയുടെ പുറത്തിറങ്ങി നിന്ന് ഈ അമ്മച്ചിയോട് ഈ തണുപ്പൊക്കെ അപ്പൊ മരിച്ചുപോയ മാസത്തിൽ. കാരണം എന്ത് സംഭവിച്ചാൽ കുറച്ചധികം അതിന്റെ വീട് അവിടുന്ന് ഈ മലവെള്ളത്തിലേക്ക് എടുത്ത് ചാടി ചട്ടയും കൊണ്ട് കൊടുത്ത ഈ അമ്മച്ചി മലവെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ഈ ബോഡികൾ ബാധിച്ച് പിണങ്ങി പോയ കാലുകൾ കൊണ്ട് നീന്തി 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 വന്ന് പള്ളിയുടെ ആ വാദത്തിൽ ഒരു സ്റ്റെപ്പെ കയറി. ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച ഒന്നുമല്ലല്ലോ അമ്മച്ചി, എന്തിനാണ് ഇങ്ങനെ മരണം മരിച്ചു പോയെങ്കിൽ എന്തിനായി കടന്നു കഴിക്കുന്നത്? അപ്പൊ എന്ത് പറയാ, എത്ര വെള്ളപ്പൊക്കവും മഴയും ആണെങ്കിലും കണ്ടില്ലെങ്കിൽ അച്ഛന് വെളുപ്പൊരു എഴുതി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ കുർബാന അർപ്പിക്കുന്നത്
കാറായി, യാത്രാ സൗകര്യമായി. പക്ഷെ എത്രയോ ബലികൾ ഉണ്ടാക്കി. മരിച്ചു കഴിഞ്ഞ് പറ്റുമോ? എത്രയോ ബലിയർപ്പണങ്ങൾ നമ്മൾ സുഖലോലുപത മൂലം, സ്വാർത്ഥത മൂലം, മടി മൂലം മുടക്കി. വിദ്യാർത്ഥി നോക്കി കയ്യുള്ള കസേരകൾ കയ്യുള്ള കസേര കയ്യുള്ള കൈകളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. കൗൺസിലിംഗ് നടത്താത്തത് അത്യാവശ്യം നടത്തിയേ പറ്റൂ എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പോകാവുന്നതാണ്. കുർബാനയിൽ ഞാൻ ആ ഭാഗമാണ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുസ്തകം നിങ്ങൾ വായിച്ച് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. പുസ്തകം എടുക്കാൻ എല്ലാവർക്കും അത് എല്ലാവരും ശരിക്കും പഠിച്ചേ പറ്റൂ. അത് ഇന്നും പഠിപ്പിക്കാറില്ല, അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. പേജ് 201. ഇതാരുടെ പോണ്ട എന്ത് പറഞ്ഞാലും ചേട്ടന്മാർ സമ്മതിക്കില്ല. കുറേ നടന്നുള്ള ചേട്ടന്മാരുണ്ട്. 50 ദിവസം നടത്തിയായിരുന്നു, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇതും കൂടെ നടത്തി കഴിഞ്ഞു സമാധാനം നടത്തിയല്ലോ. ഇതൊന്നും അറിയാൻ ആഗ്രഹമില്ല. 50 പോയിട്ടില്ല. അവിടെ 50 ഉള്ളൂ. 50 പോയിട്ടില്ല. എത്രയൊക്കെ പറയുന്നറിയാം. ഞാൻ പറ്റും. പട്ടിയുടെ പാല് കുഴൽ വെക്കുമ്പോ നേരെ ഇരിക്കും, കുഴൽ വരുമ്പോ വന്നു. ശരി ശരി, അതിനോട് പഠിക്കില്ല. 201 ആ പേജിന്റെ ഏറ്റവും അവസാനത്തെ ഖണ്ഡിക പരമപ്രധാനം വായിക്കാൻ പോകുക. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 1364 ഖണ്ഡികയാണ്. ആ ഖണ്ഡികയിൽ ആദ്യത്തെ 3 ലൈൻ വിട്ടേക്കുക. ആദ്യത്തെ 3 വരികൾ വായിക്കുക, ബാക്കിയുള്ള വായിക്കുക. എന്റെ ഒപ്പം വായിക്കുക എല്ലാവരും ചേർന്ന്. പുതിയ നിയമത്തിൽ അനുസ്മരണത്തിന് പുതിയ അർത്ഥം സിദ്ധിക്കുന്നു. സഭ കുർബാന ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പെസഹ അനുസ്മരിക്കുന്നു, അതിനെ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു. 2 വാക്ക് സിദ്ധമായിട്ടോ. ഈ അനുസ്മരണം എന്റെ അമ്മ മരിച്ചിട്ട് 24 കൊല്ലം. നിങ്ങൾ മക്കള് അമ്മ മരിച്ച ദിവസം ഒരുമിച്ച് കൂടി കുർബാന അർപ്പിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരു ഓർമ്മയാകാറുണ്ട്. അനുസ്മരണം സാധാരണ പറഞ്ഞ അത്രയേ ഉള്ളൂ. എന്നാൽ കുർബാനയെ പറ്റി അനുസ്മരണം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ അർത്ഥമുണ്ട്. നമ്മൾ വായിക്കുന്നത് പിന്നെ വായിച്ച് പുതിയ നിയമത്തിൽ അനുസ്മരണത്തിന് പുതിയ അർത്ഥം സിദ്ധിക്കുന്നു. സഭ കുർബാന ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പെസഹ അനുസ്മരിക്കുന്നു, അതിനെ സന്നിഹിതമാക്കുകയും ചെയ്യും. കുർബാന അർപ്പിക്കുമ്പോൾ 2000 കൊല്ലം മുമ്പ് നടന്ന പെസഹ അനുസ്മരിക്കുന്നു എന്ന വാക്കിനർത്ഥം അതിനെ സന്നിഹിതമാക്കുന്നു എന്നാണ്. അനുസ്മരിക്കുന്നത് എന്നതാണ് കഴിഞ്ഞു പോയ സംഭവം. കഴിഞ്ഞു പോകുന്ന സംഭവമാണ് അനുസ്മരിക്കുന്നത്. എന്നാൽ കുർബാന കഴിഞ്ഞു പോയ സംഭവത്തിന്റെ ഓർമ്മയാകണമല്ല, മറിച്ച് കുർബാന ആ സംഭവത്തെ ഇന്ന് സന്നിഹിതമാക്കുന്ന ഒരു കൗതാശിക പ്രവൃത്തിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ദൈവശാസ്ത്ര ഭാഷയാണ്. എനിക്ക് മനസ്സിലാക്കിയത് നന്നായിട്ട് അറിയാം, പക്ഷെ വേറെ മനസ്സിലില്ല പറയാൻ. ഞാൻ നെഞ്ചുപൊട്ടിയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഞാൻ അച്ഛന്മാര് പോലും മണ്ഡലത്തെ കുറിച്ചിട്ടേ കേൾക്കുന്നത്. കുർബാന കുർബാന പുരുഷനെ വലിയ ആവർത്തനം എന്ന് അച്ഛന്മാര് പോലും പറയുന്നത് ഞങ്ങൾക്ക് തെറ്റാണ്, പൂർണ്ണമായി തെറ്റാണ്. കുർബാന കാൽവരികളുടെ ആവർത്തനമല്ല, അല്ല അല്ല അല്ല.
കഴിഞ്ഞ നിബന്ധന നെയ്യാറ്റിങ്ങനെ വ്യാപിപ്പിക്കുക. നെയ്യാറ്റിങ്ങനെ തിരുവനന്തപുരം അപ്പുറത്തുള്ള ഒരു രൂപതയാണ്. അവിടെ എത്തി പള്ളി ആ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഒരു മഹതി പ്രാർത്ഥിക്കുക, കാൽവരി കുരിശിലെ ബലിയുടെ ആവർത്തനമായ കുർബാനയിൽ പച്ചപ്പെട്ട്. ഞാൻ ഒരു ദിവസം വേറെ പറയും, കാൽവരി ബലിയുടെ ആവർത്തനമല്ല കുർബാന, മറിച്ച് സന്നിഹിതമാക്കലാണ്. സഭ കുർബാന ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രസംഗ അനുസ്മരിക്കുന്നത് അവിടെ ഫുൾ സ്റ്റോപ്പില്ല. ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമാണ്. അനുസ്മരണം അനുസ്മരിക്കുന്നതിന് ഫുൾ സ്റ്റോപ്പിന് പകരം സെമിക്കോൺ വെച്ചിട്ട് അർത്ഥമെന്ന അനുസ്മരിക്കുന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇനി പറയാൻ പോകുന്നതാണ്. അനുസ്മരിക്കുന്നു, അതിനെ സന്നിഹിതമാക്കുകയും. അപ്പൊ ചൊല്ലി പറഞ്ഞാൽ ഈശോയുടെ കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ് അത്താഴ ബലിയെന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ ഏത് അർത്ഥത്തിലായിരിക്കണം? അത്താഴയിലെ ബലി യേശുവിനെ കുരിശിലെ ബലിയെ സന്നിഹിതമാക്കുകയാണ് എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവിടെ അനുസ്മരണം എന്ന വാക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ തെറ്റില്ല. മനസ്സിലാണല്ലോ? ഇങ്ങനെ കഥയായിട്ടിരിക്കുക. ചത്ത് ഇവിടുന്ന് നാളെ വരെ വന്നിരിക്കുന്നു, ഒന്നും മനസ്സിലാക്കി വരികയില്ല. അതുപോലെ വിശ്വാസത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ധ്യാനവൃത്തമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാന പുസ്തകം ഇതുപോലെ അച്ചടിച്ച് വെറുതെ ചെയ്യാറില്ല. കാരണം ഇത് പ്രൈവറ്റാണ്. ഇത് വർഷങ്ങളോളം ധ്യാനത്തിന്റെയും മനസ്സിന്റെയും മനസ്സിന്റെയും ഫലമാണ്. ഞങ്ങൾ എന്തുകൂടെ ചെയ്തു വെച്ചാൽ നിങ്ങളും ഇതെല്ലാം കൃത്യമായി അറിഞ്ഞിട്ട് ഊഹാപോഹം വെച്ച് വിശ്വസിക്കാൻ. ഇന്നലെ ഞാൻ വായിച്ചിരുന്നു, ഞാൻ വാക്ക് വായിച്ചില്ലേ, ഒരു IT സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയുന്ന കൃത്യതയോടെ ഒരു ക്രിസ്ത്യാനി എന്താണ് വിശ്വസിക്കുന്നത് അറിയിരിക്കുന്നത്. അല്ലാതെ കൊണ്ടേ ചൊല്ലി കുമാരെ നടത്തി അനുഷ്ഠാനം നടത്തിക്കൂടെ ആ രക്ഷപ്പെടുകയില്ല. ഇനി അടുത്ത വാക്യം പറയുക. ഈ സന്നിഹിത വാക്കുകളിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിന്റെ കുരിശിലെ ബലി അതേപടി അത്താഴയിൽ സന്നിഹിതമാക്കുന്നു അല്ലെ പ്രസന്റ് ചെയ്യുന്ന കാരണം എന്താ? ഇന്നത്തിലേക്ക് വായിക്കുക, ആ ലൈൻ മനഃപൂർവ്വം മക്ഷി കൂട്ടിയിട്ടിരിക്കുക, ബോൾഡാക്കിയിരിക്കുക. അത് പ്രധാനപ്പെട്ട കാണിക്കാൻ വേണ്ടിയാണ്. വായിക്കുക, ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കലർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കലർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി നിലനിർത്തിയതാണ്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാത്തിന്റെയും ഹൃദയം. കർത്താവിന്റെ കുരിശിലെ ബലി അവസാനിച്ചില്ല. അതുകൊണ്ട് ഒരു പാട്ട് എപ്പോഴും പാടുന്ന പാട്ടിന് പാടാം. ഇന്ന പാട്ടുള്ള ചെറിയ പുസ്തകങ്ങളുണ്ട്. ദ്വിതീയാഗമനം വരെയാണ് ആദ്യത്തെ പാട്ടാണ്. അതിലെ ആശയം പറയുന്നത് എന്താണ് പറയുന്നത്? വായിച്ച്, ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി അനുസ്മരണമാക്കി നിർത്തുന്ന സമയം. എന്റെ അമ്മ മരിച്ച 20 സംഭവം എന്നെ സംബന്ധിച്ചുള്ള ഭൂതകാലത്തിന്റെ വർത്തമാനകാലത്തിന്റെ അല്ല, ഭൂതകാലത്തിൽ സംഭവമായി തീർന്നത്. യേശു 2000 കൊല്ലം മുമ്പുള്ള മരണം ഭൂതകാലത്തിൽ സംഭവിച്ച് കഴിഞ്ഞുപോയ സംഭവമല്ല, അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിലൊരു ടെക്സ്റ്റ് ഞാൻ തട്ടി വിഷമിച്ചു. അപ്പൊ എനിക്ക് നവോദയത്തിൽ ടെക്സ്റ്റ് കിട്ടി. ഭയങ്കര 1805 നമ്പറാണ്, 1085. വിശ്വാസത്തിൽ പഠിക്കാത്ത ആശുപത്രി ക്ലാസ് പോലെയുള്ള ഇത് അച്ഛനെ തത്വം നമ്മൾ അവസാനിപ്പിച്ചു. വിശ്വാസത്തിൽ പഠിക്കാൻ പൊതുവെല്ലാത്ത ഞാൻ വായിച്ചു. അപ്പൊ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം, ക്രിസ്തുവിന്റെ പ്രസംഗ
നമ്മുടെ ചരിത്രത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം. എന്നാൽ അത് അനന്യമാണ്. മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ നടക്കുന്നു, എന്നിട്ട് അവ ഭൂതകാലത്തിൽ അലിഞ്ഞ് കടന്നു പോകുന്നു. നേരെ മറിച്ച് ക്രിസ്തുവിന്റെ പ്രസംഗാരഹസ്യം ആശീർവദിക്കണമേ. ക്രിസ്തുവിന്റെ സ്നേഹം ഈ കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വിരുദ്ധങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ നടത്തുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാങ്ങി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുവിശേഷം സമയമായപ്പോൾ യേശു ഭക്ഷണത്തിനിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അപ്പോഴെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്.
എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർ ദാഹിക്കുകയില്ല. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ കുളിച്ചു എന്നാണ് കർത്താവായ യേശുവേ, ഇന്നോളം ഞങ്ങളോരോരുത്തരും കടന്നു പോകുന്ന സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും ക്ലേശങ്ങളുടെയും ഓർമ്മകളിലേക്കും വേദനകളിലേക്കും അങ്ങേറി വരണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് സ്വതവേ കുത്തി തുറക്കാൻ നിന്ന് കൊടുത്താൽ ക്രൂശിക്കപ്പെട്ട യേശുവേ, നിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിച്ച് ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു.
ചോദിക്കുകയാണ്, നാം ബലഹീനരായിരിക്കെ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി മരിച്ചു. മറ്റൊരാൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ഒരു നല്ല മനുഷ്യന് വേണ്ടി ഒരുപക്ഷെ വല്ലവരും മരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് യേശുവിനെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചത് മൂലം ഞാൻ ജീവിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഈ സ്നേഹം വിശ്വസിക്കുവാനും അനുഭവിക്കുവാനും എന്നെ അനുഭവിക്കുന്നു. എല്ലാ ദുഃഖത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ഭയത്തിൽ നിന്നും, രക്ഷകനാത്മകമായ എല്ലാ മനോഭാവങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന സത്യം, ഞാൻ പാപിയായിരിക്കെ യേശുവിന് വേണ്ടി മരിച്ചു. ദൈവം എന്നോടുള്ള അനന്തമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ റോമാലേഖനം 8:32 ശ്രദ്ധിക്കുകയാണ്. സ്വന്തത്തെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുക മാത്രമല്ല, പ്രതിനന്ദിയായി ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുക. മഹാജ്ഞാനിയായ ബെനഡിക്ട് പതിനാറാമൻ പറയുകയാണ്, എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമേ മനുഷ്യജീവികൾക്ക് തങ്ങളെ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ.